നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലടക്കം നേരിട്ട് ഞെട്ടിക്കുന്ന തോൽവികൾക്ക് പിന്നാലെ CPM-നുള്ളിൽ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും കടുംപിടുത്തങ്ങൾക്ക് എതിരെ പരസ്യമായ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. വിഴിഞ്ഞം പോർട്ട് MD സ്ഥാനത്ത് നിന്നും ദിവ്യ S. അയ്യരെ മാറ്റിയ സർക്കാർ തീരുമാനത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ദിവ്യയെ മാറ്റിയ നടപടി അദാനിയെ സഹായിക്കാനാണ് എന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെയും MV ഗോവിന്ദന്റെയും നിലപാട് തള്ളിക്കൊണ്ട് മുതിർന്ന നേതാവായ PK ശ്രീമതി ടീച്ചർ രംഗത്ത് വന്നു. ഇത്തരം മാറ്റങ്ങൾ സ്വാഭാവികമാണ് എന്നും ഇതിൽ അസ്വാഭാവികത കാണേണ്ടതില്ല എന്നുമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PK ശ്രീമതി വ്യക്തമാക്കിയത്. മാത്രമല്ല, വിഴിഞ്ഞ ഓഹരി കൈമാറ്റത്തിൽ അഴിമതിയുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും KK രാഗേഷിന്റെയും ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും രംഗത്ത് വന്നതോടുകൂടി CPM-ലെ ആഭ്യന്തര ചേരിപ്പോര് തെരുവിൽ പരസ്യമായി കൊണ്ടിരിക്കുകയാണ്. ദിവ്യ S. അയ്യരെ മാറ്റിയ വിഷയത്തിൽ KK രാഗേഷിന്റെ പ്രസ്താവനകളിൽ വ്യക്തതയില്ല എന്നാണ് PK ശ്രീമതി തുറന്നടിച്ചത്. ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ IAS ഉദ്യോഗസ്ഥരെ മാറ്റാൻ അധികാരമുണ്ട്. ചിലപ്പോൾ മാറ്റിയില്ല എന്നും വരാം. മാറ്റവുമായി ബന്ധപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും അവർ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്ന് തനിക്കറിയില്ല എന്ന് PK ശ്രീമതി പറഞ്ഞു. ഉദ്യോഗസ്ഥയെ മാറ്റിയതിൽ അസ്വാഭാവികതയില്ല എന്ന് ശ്രീമതി ടീച്ചർ വ്യക്തമാക്കി. KK രാഗേഷ് വ്യക്തമായി കാര്യം പറയണം, എന്നാൽ മാത്രമേ എല്ലാവർക്കും ബോധ്യപ്പെടൂ. ആവിലുമില്ല ദുനിയാവിലുമില്ല എന്ന മട്ടിൽ സംസാരിക്കരുത്. ഇന്ന കാരണങ്ങളാലാണ് എന്ന് രാഗേഷ് വ്യക്തമായി പറയുകയാണ് വേണ്ടത് എന്നും PK ശ്രീമതി പറഞ്ഞു. വിഴിഞ്ഞത്തിൽ EP ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും PK ശ്രീമതി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ദിവ്യ S. അയ്യരെ മാറ്റിയ നടപടി സ്വാഭാവികമാണ് എന്ന് നേരത്തെ തന്നെ KK ശൈലജയും നിലപാടെടുത്തിരുന്നു. പുതിയ സർക്കാർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു KK ശൈലജയുടെയും നിലപാട്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണം, പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോകരുത് എന്നും KK ശൈലജ പറഞ്ഞിരുന്നു. ദിവ്യ S. അയ്യരെ വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്നും നീക്കിയത് അദാനിക്ക് വേണ്ടിയാണ് എന്നായിരുന്നു CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയത്. ദിവ്യയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ അദാനി അധികൃതർ പലതവണ ശ്രമിച്ചിരുന്നതായും KK രാഗേഷ് ചൂണ്ടിക്കാട്ടി. ദിവ്യയെ നീക്കിയത് അദാനിയെ സഹായിക്കാനെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. CPIM-ൽ വിഷയത്തിൽ ഭിന്ന അഭിപ്രായമുള്ളത് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ അനാവശ്യമാണ് എന്നും ഇത് കേരളത്തിന് ഗുണം ചെയ്യില്ല എന്നുമാണ് കണ്ണൂരിൽ EP ജയരാജൻ പ്രതികരിച്ചത്. വിഴിഞ്ഞം കരാർ മാറ്റത്തിൽ അഴിമതിയുണ്ട് എന്ന പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെ EP പൂർണ്ണമായും തള്ളി. അഴിമതി ആരോപണം ഉന്നയിക്കാൻ താൻ ഇല്ല എന്നും ആരോപണം ഉന്നയിച്ചവർ തന്നെ അത് വിശദീകരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിണറായി വിജയനെയും രാഗേഷിനെയും പ്രതിക്കൂട്ടിലാക്കി. വിഴിഞ്ഞം വിവാദത്തിന് പുറമെ പാർട്ടി വിട്ടുപോയ വിമത നേതാക്കളായ TK ഗോവിന്ദൻ, V. കുഞ്ഞികൃഷ്ണൻ, G. സുധാകരൻ എന്നിവരെ വർഗവഞ്ചകർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടിനെയും EP ജയരാജൻ തള്ളിപ്പറഞ്ഞു. തെറ്റ് തിരുത്തി വരുന്നവരെ പാർട്ടി മുൻപും സ്വീകരിച്ചിട്ടുണ്ട് എന്നും നക്സലുകൾ വരെ മടങ്ങി വന്ന ചരിത്രമുണ്ട് എന്നും EP ഓർമ്മിപ്പിച്ചു. പാർട്ടി സെക്രട്ടറിക്കെതിരെ കടുത്ത ഭാഷയിലാണ് വിമത നേതാക്കളും ആഞ്ഞടിക്കുന്നത്. MV ഗോവിന്ദന് വിഭ്രാന്തിയാണ് എന്നും തന്റെ ഭാര്യയെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചതാണോ അദ്ദേഹത്തിന്റെ വിപ്ലവ ബോധമെന്നും TK ഗോവിന്ദൻ MLA പരിഹസിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും CPM ഒന്നും പഠിച്ചിട്ടില്ല എന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാണ് നോക്കുന്നത് എന്നും പയ്യന്നൂർ MLA V. കുഞ്ഞികൃഷ്ണനും കുറ്റപ്പെടുത്തി. തോൽവിക്ക് പിന്നാലെ പിണറായി വിജയനും MV ഗോവിന്ദനും പാർട്ടിക്ക് മേലെയുള്ള കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് കണ്ണൂരിലെ പ്രമുഖ നേതാക്കൾ ഒന്നിച്ച് ഔദ്യോഗിക ചേരിക്കെതിരെ തിരിഞ്ഞതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ CPM-ലെ ഈ ആഭ്യന്തര തർക്കം കൂടുതൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് വഴിമാറും എന്നുറപ്പ്.